ഇതാണ് നമ്മളെ പഴയ വീട് കേട്ടോ. നമുക്ക് ഇതിന്റെ പുതിയ വീടിന്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ നമ്മൾ ഇന്നത്തെ വീട്. ഈ പുതിയ വീടിന്റെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, കുളിരൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഉള്ളിലുള്ള കാര്യമൊക്കെ നമുക്ക് സിറ്റ് ഔട്ടൊക്കെ ഗ്രാനൈറ്റൊക്കെ ഇട്ട് ടൈലൊക്കെ 4-2 വൈറ്റ് ആട്ടോ. ഇവിടെ ഇരിക്കാൻ നല്ലൊരു കസേര അല്ല, നമ്മളെ ബെഞ്ചുണ്ടോ എന്തായാലും പറയാം. അടിയത്തെ സിറ്റ് ഔട്ട് നമുക്ക് ഡോറ് തുറന്ന് ഉള്ളിലും കാര്യമൊക്കെ. ഇതാണ് നമ്മളെ ഹാള്. പിന്നെ സോഫ സെറ്റൊക്കെ സെറ്റാക്കി നല്ലൊരു ഗ്രേ ബ്ലൂ ആണ് കളറാണ്. പിന്നെ അവിടെ നമ്മൾ ഷോക്കേസൊക്കെ വെച്ചിട്ടുള്ളത് ഫെറാസിമെന്റിലാട്ടത്. ഫാബ്രിക്കേഷൻ്റെ അത് ലെവലിൽ പെയിന്റ് അടിച്ച് ക്ലിയർ ആക്കിക്കാണ്. ഫെറാസിമെന്റ് ആണ്. പാർട്ടീഷൻ ചെയ്തത് അതേമാതിരി തന്നെയാണ്. കറണ്ട് പോയി പൊളിച്ച ഇത് ഹാളത്തെ ടേബിളാണ്, ഡൈനിങ് ടേബിൾ. ഒരട്ടാക്കി ഇരിക്കാനുള്ള വലുപ്പമുണ്ടത്. ഗ്ലാസ്സാണ്, ഗ്ലാസ് 8mm ഗ്ലാസ്സാണ്. അവിടെ വാഷിംഗ് മെഷീൻ ഉണ്ട്. വാഷിംഗ് മെഷീൻ നമ്മൾ സെറ്റാക്കിയിട്ടില്ല, അവിടെ വയറ് പ്ലഗ് എത്തില്ല. അതുകൊണ്ട് വാഷിംഗ് മെഷീൻ ഇവിടെ തന്നെ വെച്ചിരിക്കണം. ഹാളത്തെ വാഷ് ബേസിൻ കിട്ടും. വാഷ് ബേസിൻ ഫാബ്രിക്കേഷൻ ഡോറൊക്കെ വെക്കാനാണ്. തട്ടൊക്കെ അടിച്ചാണ് ഫെറാസിമെന്റ് ആയിട്ട്. പിന്നെ അവിടെ നമുക്ക് ഹാൻഡ് വാഷ് അങ്ങനെ വെക്കാനൊരു ഫ്ലവർ വെക്കാനുള്ള 2-3 തട്ട്. അടിയിൽ 2 റൂമുണ്ട്. അടിയത്തെ ഫസ്റ്റ് റൂമാണ് മാസ്റ്റർ ബെഡ്റൂമാണ് നമ്മളിത്. ഇവിടെ കട്ടിലൊക്കെ ഇട്ട് സെറ്റാക്കിയാണ്. ഇവിടെ അലമാര വർക്കിൻ്റെ ഇത് ഡോർ വെക്കാൻ ബാക്കിയാണ്. ഒക്കെ ഫെറാസിമെന്റ് അടിച്ച് നമ്മൾ കുടിരിക്കലായപ്പോൾ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടില്ല, ബാക്കിയാണ് ഉണ്ട്. ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ബാക്കിയാണ്. ഓക്കെ, ഇവിടെ പിന്നെ നല്ലൊരു പ്ലഗിൻ്റെ അടുത്ത് തന്നെ നമുക്ക് മൊബൈലൊക്കെ ചാർജ് വെക്കാൻ ഇങ്ങനെ തട്ടടിച്ച് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു ഐഡിയ ആണ്. മൊബൈലൊന്നും താഴെ പോകുന്നില്ല ചാർജ് ചെയ്യുമ്പോഴൊക്കെ. അതിന് പറ്റിയൊരു തട്ടോടെ ക്ലിയർ ആക്കി. അടിയത്തെ 2ാമത്തെ റൂമാണ്ടത്. ഇത് പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതാണ്. ബാക്കി കോമൺ ആയിട്ടില്ല. ബാത്റൂം ഒന്ന് കണ്ടുനോക്കാം. റൂമത്ത് തന്നെ അത്യാവശ്യം വലുപ്പമുണ്ട്. ഉള്ള അപ്പോക്സ് ഒക്കെ ഇട്ടാണ്ട് 4-2 ടൈൽ തന്നെയാണ്. വൈറ്റും ഒരു ഗ്രീനൊക്കെ ആയിട്ടുള്ള കളറ്. അടിയിൽ കോമൺ ആയിട്ടൊരു ബാത്റൂം ഉണ്ട്. ബാത്റൂം നോക്കാം. ബാത്റൂം പാകത്തൊരു വലുപ്പമാണ്. കോണിക്കോടിൻ്റെ അടിയിലായതുകൊണ്ട് വലിയൊരു സ്പേസ് അല്ല, എന്നാലും അത്യാവശ്യത്തിനുണ്ട്. എല്ലാവർക്കും കഴിഞ്ഞു. കോണിൻ്റെ അടിയത്തെ ഒരു സ്പേസ് നമ്മൾ ഇൻവെർട്ടറും ഇതൊക്കെ വെക്കാൻ തട്ടൊക്കെ അടിച്ച് ലെവലാക്കി സെറ്റായിക്കണ്. അപ്പോൾ അതാണ് നമ്മളെ കിച്ചണിലൊരു ടേബിൾ ഇട്ടേക്കണ്, ചെറുതായിട്ട് ആറാക്കി ഇരിക്കാനുള്ളത്. അവിടെ ഫ്രിഡ്ജ് സെറ്റാക്കിയാണ്. സാധനങ്ങളൊക്കെ ഇതിലുണ്ട്. പുതിയ പാത്രങ്ങളൊക്കെ നമ്മൾ ഡോറ് വെച്ചിട്ടില്ല, അതൊക്കെ വെച്ചിട്ട് സെറ്റാക്കാന്ന് കരുതിയിരിക്കുകയാണ്. വടക്കേരി വേണ്ട. വടക്കേരി പിന്നെ ടൈല് മാറ്റുണ്ട്. മാറ്റിന്റെ ടൈല് ഇട്ടേക്കണത് 4-2 ടൈല് തന്നെയാണ്. ഇവിടെ ബിരിയാണി ചമ്പൊക്കെ ദമ്മാക്കി വെച്ചിരിക്കണേ. നമുക്ക് കൈക്ക് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. 4 അടുപ്പാണ് വെച്ചാൽ ഗ്യാസ് അടുപ്പ്. ഇവിടെ ഒക്കെ ഫാബ്രിക്കേഷൻ വർക്ക് ബാക്കിയാണ്. അടിയിൽ വെക്കാനും ഡോറൊക്കെ വെക്കാനും. സിങ്ക് നമ്മൾ കുടിയിരിക്കൽ കഴിഞ്ഞിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഓരോ ഇതുകൾക്ക് വെക്കാനും. അതാണ് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കൊക്കെ കമ്മി ആക്കണത്. നമ്മളെ കബോർഡ് സാധനമൊക്കെ ഫുള്ള് സെറ്റ് ആയിക്കണം. പിന്നെ ഇവിടെ ചെറിയൊരു സ്ലാബ് ഉണ്ട്, മിക്സിയൊക്കെ വെക്കാൻ അരക്കാൻ, വേറെ പച്ചക്കറികളൊക്കെ അരിയാൻ, ഇതൊക്കെ അല്ലേ. ഡോറ് ഇതാണ് പുറത്തേക്കുള്ള വഴി. ഓക്കെ, ഈ മുകളിൽ പോയേക്കും. ഇവിടെ സ്റ്റെപ്പൊക്കെ തന്നെ ഗ്രാനൈറ്റ് ആണ്. ചിലത് വുഡിൻ്റെ ടൈലാണുള്ളത്. ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ്. വൈറ്റിക്ക് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആകുമ്പോൾ വേറെ ഭംഗിയുണ്ട്. പിന്നെ നമ്മളെ ഹാൻഡിലൊക്കെ കോണിൻ്റെ ഹാൻഡിലൊക്കെ ഇരുമ്പിൻ്റെ പൈപ്പാണ്. അതിന് സ്റ്റീൽ വെച്ചാണ് നമ്മൾ വുഡിൻ്റെ പെയിൻ്റ് അടിച്ചിരിക്കണം. മേലെ പുഴയൊക്കെ ലൈറ്റൊക്കെ നല്ല അറേഞ്ച്മെൻ്റൊക്കെ മൂലൊക്കെ ഒരു ചെടിയൊക്കെ വെച്ച് നല്ല ഭംഗിക്ക് വെച്ചിരിക്കണം. ഇനി മുകളിലത്തെ റൂമുകളൊക്കെ കാണണ്ട. അത് മൊത്തം 1500 സ്ക്വയർ ഫീറ്റാണ് വീടുള്ളത്. മേലത്തെ റൂമൊക്കെ ഒന്ന് കാണാം. 2 റൂമാണ് മുകളിലുള്ളത്. ഫസ്റ്റത്തെ റൂമാണത്. കട്ടിലൊക്കെ ഇട്ടത് പിന്നെ കുറച്ച് അത്യാവശ്യം വലിയ കട്ടിലാട്ടോ.
ഏഴടിയൊക്കെ വലിപ്പമുണ്ട് കട്ടില്, നല്ല വീതിയും വലിപ്പമുണ്ട്. കട്ടിലാണ് കയറ്റാൻ തന്നെ കുറേ റിസ്ക് എടുത്തു. പുറത്തു കൂടെ കയറ്റി കൊടുത്തു, ഉള്ളിൽ കൂടെ കൊള്ളായിട്ട്. അവിടെയാണ് വഴി നല്ല രണ്ട് തട്ടൊക്കെ വെച്ച് ലെവലാക്കിയാണ്. ഇതും ഫാബ്രിക്കേഷൻ ഡോർ വെക്കാൻ ബാക്കിയാണ്. ഇനി അടുത്ത റൂം പോയേക്കാം. അതുപോലത്തെ രണ്ടാമത്തെ റൂമുണ്ട്. രണ്ടാമത്തെ റൂം നോക്കുക, അത് പിന്നെ ഫുൾ ഫ്രീ ആയി കിടക്കുകയാണ്. കട്ടിലും ഒന്നുമില്ല, കാലിയായി കിടക്കുകയാണ്. ബാക്കിയാണ് ഇവിടെ ഇതുമാതിരി പ്ലഗിൻ്റെ ചാർജർ ചെയ്യാൻ മൊബൈൽ വെക്കാൻ പറ്റിയൊരു രണ്ട് തട്ട് വെച്ചുകൊണ്ട് വലിയ സൗകര്യമാണ് ഇതൊക്കെ. ഇതിനും ബാക്കിയാണ്. തുണിയാളും ബെഡ്ഷീറ്റൊക്കെ കൂടെ കൊടുത്ത് മടക്കി വെച്ചിരിക്കുന്ന തൽക്കാലം. കുടിരിക്കളൊക്കെ ആയപ്പോഴേ പെട്ടെന്ന് കയറിയേക്കാണ്. ഫാബ്രിക്കേഷൻ്റെ വർക്ക് മാത്രം തന്നെ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മുകളിലത്തെ സിറ്റ് ഔട്ട് കൂടി നമുക്ക് കാണാം. ചെറിയ സിറ്റ് ഔട്ട് കൂടെ ചാരിവടിയൊക്കെ വെച്ച് നല്ല വൈകുന്നേരങ്ങളിലെ കാറ്റുകൊണ്ട് ഉഷാറായിരിക്കാൻ പറ്റിയൊരു വൈബ് ഏരിയയാണ്. ഇതാണ് നമ്മൾ റോഡിൻ്റെ ഒക്കെ തന്നെ. ഓപ്പൺ ടെറസ് ഉണ്ട് അവിടെ. പിന്നെ ഓപ്പൺ ടെറസ് ഇവിടെ ഉണ്ട്. നമ്മളെ ഡ്രസ്സൊക്കെ അലക്കാൻ ഇടാനൊക്കെ പറ്റി, വെയിലൊക്കെ ഇടാനുള്ള ഏരിയ. എന്താണ് നമ്മളെ പഴയ വീട്, തറവാട് വീട്. ഒരുപാട് വിക്രസുകൾ കാട്ടിയ വീടാണ് ഇതൊക്കെ. പണ്ടതിലൊന്നും വീടുണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒക്കെ വീട് വന്നു. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ച് സ്കൂളൊക്കെ ഇല്ലാത്ത വന്നാണ്ട് വല്യമായിട്ടൊക്കെ വികൃതി കൂടിയ സ്ഥലമാണിത്. ഇപ്പോൾ പൊളിഞ്ഞാടാനായി, പുതിയ വീട് മേലക്ക് കയറ്റിയതാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.